കോടഞ്ചേരിയിൽ ഇപ്പോൾ നടന്നത് ലവ് ജിഹാദ് അല്ല, പിന്നെ എന്താണ്? കോടഞ്ചേരിയിൽ സംഭവിച്ചത് ലവ് ജിഹാദ് ആണോ അല്ലയോ എന്നറിയാൻ ഇനിയും വർഷങ്ങളെടുക്കും എന്നത് സത്യം തന്നെയാണ്. എന്നാൽ ഇതിനു മുമ്പ് തങ്ങളുടെ പെൺമക്കൾ ലവ് ജിഹാദിൽ പെട്ടുപോയ കുടുംബങ്ങളുടെ അനുഭവങ്ങളുമായി കോടഞ്ചേരിയിലെ കുടുംബത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്കും ഏറെ സമാനതകളുണ്ട്. ലവ് ജിഹാദ് കേസുകളിൽ പൊതുവെ ഇതര മതത്തിലെ പെൺകുട്ടികളെ പരിചയപ്പെടുന്നത് ചാറ്റിംഗ് വഴിയോ സുഹൃത്തുക്കൾ വഴിയോ ആണ്. പിന്നീട് അത് ഗാഢമായ ബന്ധമായി മാറ്റിയെടുക്കുന്നു. ആ ബന്ധത്തിൽ നിന്ന് ഊരിപ്പോകാനാവാത്ത വിധത്തിൽ പലതരത്തിലുള്ള ചതികളിൽ പെൺകുട്ടികളെ പെടുത്തുന്നു. തുടർന്ന് വിട്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ കെണി മുറുക്കുന്നു. മറ്റൊരു സമാനത പെൺകുട്ടിയുടെ കുടുംബത്തെ അറിയിക്കാതെ സ്വന്തം കുടുംബത്തിൻ്റെയും കൂട്ടുകാരുടെയും സഹായത്തോടെ കുട്ടിയെ കടത്തിക്കൊണ്ടു പോകുക എന്നതാണ്. അതിനുവേണ്ടി പോറ്റി വളർത്തിയവരെ കറിവേപ്പില പോലെ തുപ്പിക്കളയാൻ പാകത്തിൽ പെൺകുട്ടിയുടെ ഹൃദയം ഇക്കൂട്ടർ കഠിനമാക്കുന്നു. ഇങ്ങനെ ചെയ്ത എത്രയെത്ര അനുഭവങ്ങൾ ലവ് ജിഹാദിൽപ്പെട്ട ക്രിസ്ത്യൻ ഭവനങ്ങൾക്ക് പറയാനുണ്ട്. തിരിച്ച് മുസ്ലിം സമുദായത്തിലെ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിലെ ഇതുപോലുള്ള ഒരു ചതിയുടെ അനുഭവം കേരളത്തിലെ ക്രൈസ്തവരിൽ നിന്ന് ആരെങ്കിലും ചെയ്തതായി കാണിച്ചു തരാൻ കഴിയുമോ? ഇനി പറയാനുള്ളത് ഈ കാര്യങ്ങളിൽ പ്രതികരിക്കുന്നവരെ തീവ്ര ചിന്താഗതിക്കാർ എന്ന് വിളിക്കുന്നവരോടാണ്. ഇവിടെ ക്രിസ്ത്യൻ തീവ്രവാദികളെന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്നവർ ഇതുവരെ എത്ര പേരുടെ തലവെട്ടി? വേണ്ട, എത്ര പേരുടെ കൈവെട്ടി? അതും വേണ്ട, ഒരാളെയെങ്കിലും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ക്രൈസ്തവ തീവ്രവാദികളെന്ന് നിങ്ങൾ വിളിക്കുന്നവർ എത്ര സ്ഥലത്ത് കലാപമുണ്ടാക്കാൻ ആഹ്വാനം നൽകി വെല്ലുവിളിക്കുകയാണ്? ഒരു സംഭവമെങ്കിലും കാണിച്ചു തരാമോ? പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിൽ ചിലർ അവരെ തീവ്രവാദികളെന്ന് വിളിക്കുന്നത്? അതേസമയം സ്വന്തം മതവിശ്വാസത്തിന്റെ പേരിൽ തലവെട്ടിയവരെയും കൈവെട്ടിയവരെയും ചാവേറായി പൊട്ടിത്തെറിച്ചവരെയും നിങ്ങൾ കാണാതെ പോകുന്നു. അവരിൽ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തവരും ഭീകരന്മാരായി ലിസ്റ്റ് ചെയ്യപ്പെട്ടവരും മാത്രമല്ല, പെൺകുട്ടികളെ തീവ്രവാദത്തിനായി മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തിയവരും മറ്റ് സംസ്ഥാനങ്ങളിൽ കലാപം ആസൂത്രണം ചെയ്തവരുമുണ്ട്. അവർ അഫ്ഗാനിലുള്ളവരല്ല, ഈ കേരളത്തിൽ നിന്നുള്ളവരാണ്. മറ്റൊന്നുകൂടി പറയാം, റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ഇസ്ലാം സമൂഹത്തിലെ യുവാക്കളിലെ ചിലരെയെങ്കിലും ബോധവൽക്കരണത്തിലൂടെ റാഡിക്കലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് ക്രൈസ്തവരല്ല, ഇവിടെ ഇപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഈ റാഡിക്കൽ സംഘത്തിൽപ്പെട്ട ചിലർ ലവ് ജിഹാദ് നടത്തുന്നു എന്ന് സ്വന്തം ഭവനങ്ങളിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ക്രൈസ്തവ സമുദായം പറയുമ്പോൾ ലവ് ജിഹാദ് എന്നൊന്നില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് കേരളത്തിലെ റാഡിക്കലൈസ് ചെയ്യപ്പെടാത്തവരെന്ന് അവകാശപ്പെടുന്നവർ. കൂട്ടത്തിലെ തീവ്രവാദികളെ തള്ളിപ്പറയാത്തിടത്തോളം ആ തീവ്രവാദികൾ ഇതര മതവിഭാഗങ്ങൾക്കെതിരായി ചെയ്യുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നിടത്തോളം നിങ്ങളെയും സംശയത്തോടെ കേരള സമൂഹത്തിന് നോക്കിക്കാണാൻ കഴിയൂ എന്ന് മാത്രം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതെ, ഇനിയും ലവ് ജിഹാദ് കേരളത്തിൽ നടക്കുന്നില്ല എന്ന് പറയുന്നവർ ഇസ്ലാമിസ്റ്റുകളെ പരോക്ഷമായി പിന്തുണയ്ക്കുകയാണ് എന്നതല്ലേ യാഥാർത്ഥ്യം? കേരളത്തിലെ രാഷ്ട്രീയക്കാരോടും മാധ്യമങ്ങളോടും ഒരു വാക്ക്: ലവ് ജിഹാദ് എന്ന പദമാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ജിഹാദ് എന്ന പദം ഇതര മതസ്ഥരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നവരെയാണ് നിങ്ങൾ ആദ്യം തിരുത്തേണ്ടത്. അതിന് നട്ടെല്ല് കാണിച്ചിട്ട് ഇനിയും ആവർത്തിക്കൂ, കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന്.